മലയാള സിനിമാ പ്രേമികൾ മാസങ്ങളായി കാത്തുനിന്നിരുന്ന ബിഗ് ബഡ്ജറ്റ് പീരീഡ് ഡ്രാമ പള്ളിച്ചട്ടമ്പി തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്യൂൻ, ജനഗണമന തുടങ്ങിയ ജനപ്രിയ ചിത്രങ്ങൾക്ക് ശേഷം ഡിജോ ജോസ് ആന്റണി, ടൊവിനോ തോമസുമായി ആദ്യമായി ഒന്നിക്കുന്ന ഈ ചിത്രം റിലീസിന് മുമ്പേ തന്നെ വലിയ ഹൈപ്പാണ് സൃഷ്ടിച്ചിരുന്നത്. 1950-60 കാലഘട്ടത്തിലെ കുടിയേറ്റ കർഷകരുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രം ഒരു മാസ് ആക്ഷൻ എന്റർടൈനറായാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയത്. ചിത്രം പ്രദർശനത്തിന് എത്തിയതോടെ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ അങ്ങേയറ്റം ആവേശകരമാണ്. എന്നാൽ ചിത്രത്തിന്റെ കഥയ്ക്കും മേക്കിങ്ങിനും ഒപ്പം ഇപ്പോൾ സിനിമാ ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ചിത്രത്തിലെ ആ സർപ്രൈസ് അതിഥി വേഷമാണ്. മലയാളത്തിന്റെ പൃഥ്വിരാജ് ചിത്രത്തിൽ അതിഥി വേഷം ചെയ്യുന്നുണ്ടെന്ന വാർത്ത ചിത്രത്തിന്റെ ഹൈപ്പ് വാനോളമാണ് ഉയർത്തിയിരിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന അതിഥി പ്രതിനായക വേഷമാണ് പൃഥ്വിരാജ് കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിൽ പ്രതി ഉണ്ടെന്ന് ഉറപ്പായതോടെ ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയിൽ വൻ കുതിപ്പുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിൽ പൃഥ്വിരാജ് ഉണ്ടാകുമെന്ന് പരക്കെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോ ടൊവിനോ തോമസോ വ്യക്തമായൊരു ഉത്തരം തന്നില്ല. എന്നാൽ അത്തരം അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ചിത്രത്തിലെ പൃഥ്വിയുടെ ക്യാരക്ടർ പോസ്റ്റർ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. പട്ടേലർ കുഞ്ചമ്പു നമ്പ്യാർ എന്ന അങ്ങേയറ്റം കരുത്തുറ്റ പ്രതിനായക കഥാപാത്രമായാണ് പൃഥ്വിരാജ് പ്രത്യക്ഷപ്പെടുന്നത്. വെറുമൊരു അതിഥി വേഷം എന്നതിലുപരി കഥാഗതിയെ മാറ്റിമറിക്കുന്ന നിർണായക സാന്നിധ്യമാണ് ഈ കഥാപാത്രത്തിനുള്ളത്. ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന നായക കഥാപാത്രവും പൃഥ്വിയുടെ കുഞ്ചമ്പു നായരും തമ്മിലുള്ള സ്ക്രീൻ പ്രസൻസും വാശിയേറിയ പോരാട്ടങ്ങളും തിയേറ്ററിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്നു. 1950കളിലെ ഫ്യൂഡൽ പശ്ചാത്തലത്തിൽ അധികാരവും തന്റേടവും നിറഞ്ഞ കുഞ്ചമ്പു നമ്പ്യാരുടെ ലുക്കും പ്രകടനവും പൃഥ്വിരാജിന്റെ കരിയറിലെ മറ്റൊരു ശ്രദ്ധേയമായ വേഷമായി മാറിയിരിക്കുകയാണ്. തിയേറ്ററുകളെ പൂരപ്പുറമ്പാക്കി മാറ്റിയ ഈ കഥാപാത്രത്തിന്റെ വരവ് ചിത്രത്തിന്റെ വിജയത്തിൽ വലിയൊരു പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേവലം ഒരു ആക്ഷൻ സിനിമ എന്നതിലുപരി കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിലെ നിർണായകരമായ ഒരു കാലഘട്ടത്തെയാണ് പള്ളിച്ചട്ടമ്പി പുനരാവിഷ്കരിക്കുന്നത്. 1950-60 കാലഘട്ടത്തിൽ മലബാറിലെയും തിരുവിതാംകൂറിലെയും മലയോര മേഖലകളിൽ നടന്ന കുടിയേറ്റമാണ് ചിത്രത്തിന്റെ പ്രമേയം. പട്ടിണിയോടും ദാരിദ്ര്യത്തോടും പൊരുതി കൃഷിഭൂമി നേടി മലകേറിയ സാധാരണക്കാരായ കർഷകരുടെ അതിജീവന പോരാട്ടമാണ് ചിത്രം ഗൗരവത്തോടെ അവതരിപ്പിക്കുന്നത്. വന്യമൃഗങ്ങളോടും മലമ്പനിയോടും പൊരുതിക്കൊണ്ട് കാട് വെട്ടിത്തളിച്ച് കൃഷിയിറക്കിയ മനുഷ്യരുടെ കഥയാണിത്. കുടിയേറ്റ കർഷകർ നേരിട്ട ചൂഷണങ്ങളും അവരുടെ അവകാശ പോരാട്ടങ്ങളും ചിത്രം ചർച്ച ചെയ്യുന്നു. 1957-58 കാലഘട്ടത്തിലെ മലയോര രാഷ്ട്രീയവും ജന്മിത്വ വ്യവസ്ഥയും ചിത്രത്തിൽ തെളിയുന്നു. സാധാരണക്കാരായ കർഷകർക്ക് നേരെ നടന്ന അധികാര പ്രയോഗങ്ങളെ പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാർ എന്ന കഥാപാത്രത്തിലൂടെ സംവിധായകൻ ഡിജോ ജോസ് ആന്റണി ദൃശ്യവൽക്കരിക്കുന്നു. ടിജോ ടോമിയുടെ ഛായാഗ്രഹണത്തിലൂടെ 1950കളിലെ കേരളത്തിന്റെ ഭൂപ്രകൃതിയും ഗ്രാമീണ അന്തരീക്ഷവും അങ്ങേറ്റം സ്വാഭാവികമായി സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. കയാതു ലോഹർ നായികയായി എത്തുന്ന ചിത്രത്തിൽ കുടിയേറ്റ കർഷകരുടെ വേഷത്തിൽ ശ്രദ്ധേയമായ നിരവധി താരങ്ങൾ അണിനിരക്കുന്നുണ്ട്. ടൊവിനോ തോമസിന്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളിയേറിയ വേഷങ്ങളൊന്നായി പള്ളിച്ചട്ടമ്പി മാറുമെന്നതിൽ തർക്കമില്ല. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ പീരീഡ് ഡ്രാമ ചരിത്രവും മാസും സമന്വയിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുകയാണ്. പ്രത്യേകിച്ച് പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാരായി പൃഥ്വിരാജ് സുകുമാരൻ സ്ക്രീനിൽ നിറഞ്ഞാടുമ്പോൾ മലയാളത്തിൽ മറ്റൊരു വമ്പൻ ഹിറ്റ് കൂടി ലഭിച്ചിരിക്കുകയാണ്. ബോക്സ് ഓഫീസിൽ പള്ളിച്ചട്ടമ്പി പുതിയ റെക്കോർഡുകൾ കുറിക്കുമോ എന്നും ചിത്രത്തിന്റെ അപ്രതീക്ഷിത കൂട്ടുകെട്ട് വരും ദിവസങ്ങളിൽ സിനിമയ്ക്ക് എത്രത്തോളം കരുത്തു പകരുമെന്നും നാം കാത്തിരുന്നു തന്നെ കാണണം.